സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നാം തിരുസഭയിലൂടെ ഓരോ ദിവസവും യാത്ര ചെയ്യുകയാണ്. നിത്യതയിലേക്കുള്ള നമ്മുടെ ഈ വഴിയാത്രയിൽ വ്യക്തമായ ഒരു സ്കെഡ്യൂളുണ്ട്, ഒരു പ്രോഗ്രാമുണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ച്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്ലാനുകളുണ്ട്, അല്ലെ ആശകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, സാത്താന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. നമ്മൾ ഇതിൽ ഏത് പദ്ധതിയിലൂടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം പ്രധാനപ്പെട്ട കാര്യം. ഓർക്കുക, നമുക്ക് ഒത്തിരി ആശകളുണ്ടല്ലോ, ഒത്തിരി എല്ലാ മനുഷ്യർക്കും ഉണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ട്, ആശയുണ്ട്, ഉള്ളിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന തിരുസഭയിലൂടെ നമ്മൾ കേൾക്കുന്നൊരു കാര്യം, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമ്യാ 29:11-14 വരെ. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ളൊരു പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കിലേക്ക് വരും, എൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും, നിങ്ങളുടെ അടിമത്തത്തിൽ നിന്നും ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരും. ഇത് എല്ലാ മനുഷ്യനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായിട്ട് ഒത്തിരി പ്ലാനുകളുണ്ട്, വ്യത്യസ്തമായ ഓരോരുത്തർക്കും. അതുപോലെ തന്നെ സാത്താനും നമ്മളെ ഓരോരുത്തരെ കുറിച്ച് പ്ലാനുണ്ട്, അല്ലേ? ഇതാ പാപം വാതിക്കൽ പതിയിരിക്കുന്നു, നിന്റെ മേൽ ശ്രദ്ധ വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ, നമ്മളെ നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു പദ്ധതി ദൈവമക്കള് ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനെയും ദൈവത്തിൻ്റെ മക്കളായ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ പദ്ധതി. യേശു പറഞ്ഞു, യോഹന്നാൻ 10 പറഞ്ഞില്ലേ, കള്ളെന്ന പറഞ്ഞു, അവൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. ഇതാണ് സാത്താൻ്റെ പദ്ധതി. യോഹന്നാൻ 8 ഈശോ പറഞ്ഞു, അവൻ നുണയനാണ്, നുണയുടെ പിതാവാണ്, ആദ്യം മുതലേ കൊലപാതകിയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു, യേശു ലോകത്തിലേക്ക് വന്നത് സാത്താന്റെ പദ്ധതിയിൽ പോയി നമ്മൾ തകർന്നു പോകാതിരിക്കാൻ നമ്മളെക്കുറിച്ചുള്ള സാത്താന്റെ പദ്ധതിയെ എടുത്തു മാറ്റാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. നമ്മളറിയണം, അതായത് നമ്മളെ നശിപ്പിക്കുക എന്നുള്ള, നമ്മളെ നശിപ്പിച്ച് നിത്യ നരകത്തിൽ കൊണ്ടുപോകുക എന്നുള്ള സാത്താന്റെ പദ്ധതിയെ മാറ്റിയിട്ട് നമ്മളെ നിത്യ ജീവനിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിക്കാൻ യേശു പറഞ്ഞാണ്, അല്ലേ? ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, നമ്മളുടെ പദ്ധതി എത്ര പറഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ വിട്ടുപോകത്തില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മളുടെ മനസ്സിലിങ്ങനെ, അല്ലേ? നമ്മൾ പറയാം, എന്തുമാത്രം ആശയായിരുന്നു എനിക്ക്, എന്തുമാത്രം ആഗ്രഹങ്ങളായിരുന്നു എനിക്ക്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ കുറേ പ്രായമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചിന്ത ഇതായിരിക്കും, എന്തെല്ലാം ആശകളായിരുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു, അല്ലേ? നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ നല്ലത്, അതിന് ദൈവത്തിന് നമ്മളോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് ആയ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ആശകളെ നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതൊരു പദ്ധതിയാണ്, ഒരു മേഖലയാണ്. അതായത് നമ്മളുടെ ആശകളെ ദൈവത്തിന് വ്യക്തമായൊരു പ്ലാനുണ്ട്. നമുക്കറിയാം, നടക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതി മാത്രമാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമ്മൾ മരിക്കും, നമുക്കറിയാം, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, അത് നടക്കും. ഇപ്പോഴും കേട്ടില്ല, നമ്മൾ ജനിച്ചാൽ മരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു അറിവിലേക്ക്, അത് ദൈവിക ജ്ഞാനമാണ്, അറിവിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ആശകളെ, ആഗ്രഹങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അതാണ് ഏറ്റവും നല്ല ഡിപ്പോസിറ്റ്, സുരക്ഷിതമായ നങ്കൂരം. കർത്താവാണ് എൻ്റെ അഭയശില, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും, അല്ലേ?
നമ്മൾ ആ ഒരു ആത്മീയതയിലേക്ക്, അവിടെയാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ആശകളുമായിട്ട് കുറേ നാൾ നമ്മൾ നടക്കും. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ കാരണം ദൈവത്തിന് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവിക പദ്ധതിയിലേക്ക് നിത്യരക്ഷ പ്രാപിക്കണം, നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെന്നാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നാൾ പോയി കഴിഞ്ഞാലും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാനായിട്ട് ദൈവം കാത്തിരിക്കുകയാണ്. ഇന്ന് ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി അറ്റ്ലാന്റയിൽ നിന്നും സാലി പയസ് പ്രാർത്ഥന നയിച്ച് ആരംഭിച്ചപ്പോൾ അവിടെ സംഗീതം 46 ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞ് ഉയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് ഭൂമി പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. കാരണം നമ്മുടെ പദ്ധതി ഇത് ദാവീദ് എഴുതുമ്പോഴും അല്ലെ കോരഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനമാണ്. അവരെഴുതുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവമാണ് അവരെ നയിച്ചുകൊണ്ടിരുന്നത്, ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ദൈവത്തിലുള്ള ആശ്രയം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയമുള്ളത് കൊണ്ട് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ജീവിതത്തിൽ എന്തെല്ലാം മണ്ണിടിച്ചിലോ പ്രകോപനമോ കൃഷിനാശമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, സാമ്പത്തിക ഞെരുക്കമാണിപ്പോൾ. ഇപ്പം നമ്മൾ ആകപ്പാടെ ടെൻഷനാകും. അല്ല, നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ ആകപ്പാടെ പിന്നെ ബാക്കി എന്തില്ല കുഴപ്പം. കയ്യിൽ കാശില്ല വന്നാൽ പിന്നെ മൊത്തം ടെൻഷനാണ്. പിന്നെ എവിടെ നിന്നൊക്കെ നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാനുള്ള ശ്രമം നമുക്കറിയാമല്ലേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ. അപ്പം ദൈവമായ കർത്താവാണ് എൻ്റെ അല്ലെങ്കിൽ ദൈവമായ കർത്താവിലാണ് എൻ്റെ ആശ്രയം, എൻ്റെ ഡിപ്പോസിറ്റ്, എൻ്റെ ബാങ്ക് ഡിപ്പോസിറ്റ്. എൻ്റെ ആശ്രയം ദൈവമാണ്. നമ്മുടെ അഭയവും ശക്തിയും ആശ്രയവും തുണയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംഗീതം 46 ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമ്മൾ പ്രശ്നം എന്തെല്ലാം ഉണ്ടായാലും അടങ്ങിയിരുന്ന കുഴപ്പം. കാരണം ദൈവത്തിൻ്റെ കരങ്ങളാണ്. എല്ലാം സൃഷ്ടിച്ച് എല്ലാം പരിപാലിച്ച് എല്ലാം സാധ്യമായ ദൈവം, നമുക്ക് വേണ്ടി ദൂതന്മാരെ അയച്ചു തരുമെന്ന് പറഞ്ഞ ദൈവം, നമുക്ക് വേണ്ടി നാം ദൈവത്തോട് ചേർന്ന് നമുക്ക് നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവും നൽകുന്ന ദൈവം. വിശുദ്ധ കുർബാനയെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ശത്രുക്കളെ അവിടുന്ന് പരാജിതരാക്കി എന്ന് പറയുമ്പോൾ മനുഷ്യനെ കുറിച്ചല്ല, അത് സാത്താനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിയും, നമ്മുടെ ശത്രുക്കൾ മനുഷ്യരാരും അല്ല. നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം ഈ ലോകത്തിൽ ഒരു മനുഷ്യരും അല്ല എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ദൈവത്തിന് ആശ്രയം ഇല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം നമ്മളെല്ലാവരുടെയും പഴിചാരും. ആദ്യമായി നമുക്കറിയാം, ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അവരുടെ ജീവിതത്തിൽ. സാത്താൻ ഇടപെട്ട് കഴിഞ്ഞ ജീവിതത്തിൽ ദൈവവചനമൊക്കെ പോയി സാത്താൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ദൈവവചനത്തിനെതിരായി പോയി കഴിഞ്ഞപ്പോൾ ആദവും തമ്മിൽ പരസ്പരം ഭിന്നതയുണ്ടായി. കുറ്റാരോപണമായി അല്ലെ, ആദം പറഞ്ഞതാ, നീ തന്നെ അവള് എൻ്റെ അസ്ഥിയുടെ അസ്ഥി, എൻ്റെ മാംസത്തിൻ്റെ മാംസം എൻ്റേതാണെന്ന് ഹൃദയത്തിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ ആത്മാർത്ഥതയോടെ പറഞ്ഞിരുന്ന ആദം ഇപ്പോൾ ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങി. ദൈവത്തെ കുറ്റം പറയുന്ന, ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു മരത്തിൻ്റെ ഇടയിൽ ഒളിക്കാണ്ട്. ദൈവവുമായിട്ട് ബന്ധമൊന്നും വേണ്ട. ഒന്നാമത്തെ 2, കൂടെ നിന്ന് തുണയായി ദൈവം കൊടുത്ത ഹവ്വാട്, നീ ഒറ്റ ഒരു ഇവള് മൂലമാണ് ഈ പ്രശ്നം എനിക്ക് ഉണ്ടായതെന്ന് മുഖത്ത് നോക്കി പറയാം. അവളോട് എന്താ മോളെ ചെയ്തത്? അപ്പൊ അവൾക്കും മറുപടി ഇല്ല. കാരണം എന്താ, അവളുടെ ഉള്ളിൽ ഈ ആദത്തിലൂടെയായിരുന്നു നന്മ ഉണ്ടാകേണ്ടത്, ഇല്ലേ? പുരുഷന്റെ ശിരസ്സ് ക്രിസ്തു എന്ന് പൗലോസിലെ ഓർപ്പിച്ച കാര്യമുണ്ട്. അത് കുടുംബത്തിലെ പുരുഷൻ ക്രിസ്തുവിന് വിധേയപ്പെട്ട് നിൽക്കുക, ദൈവത്തിന് വിധേയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഭാര്യയിലേക്ക് പുരുഷനിലൂടെ അല്ലെ ഭർത്താവിലൂടെ ദൈവകൃപ നിരന്തരം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. ഈ ഭൂമിയിലെ ദൈവം എല്ലാവരെയും നിത്യത്തിൽ എത്തിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു സംവിധാനം എന്ന് വേണം പറയാം. പരസ്പരം വിധേയപ്പെടാനും അല്ലേ, മക്കൾ പലപ്പോഴും ചിന്തിച്ചാണ്, മക്കള് മാതാപിതാക്കൾക്ക് വിധേയപ്പെടണം നല്ലൊരു ജീവിതം ഉണ്ടാകാൻ. ഭാര്യയും ഭർത്താവും പരസ്പരം വിധേയപ്പെടണം നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ. ഇനിയും ഭർത്താവ് അല്ലെങ്കിൽ കുടുംബനാഥൻ ക്രിസ്തുവിന് വിധേയപ്പെടണം
എല്ലാ കാര്യങ്ങളും ശുഭമാകാൻ, സാമ്പത്തികമായും ആരോഗ്യപരമായും കുടുംബപരമായും മക്കളുടെ ഭാവിയൊക്കെ നല്ലതാണെങ്കിൽ അപ്പൻ എപ്പോഴും ദൈവത്തിന് വിധേയപ്പെട്ട് നിൽക്കണം. ഇത് വചനമാണ്. ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പുരുഷന്റെ ശിരസ് ക്രിസ്തുവും. പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 11 ഒന്നാമത്തെ വചനമാണ്. പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും. ഇതിനെ പറഞ്ഞു തരുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരായി ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ദൈവത്തോടും മനുഷ്യരോടുമുള്ളൊരു ബന്ധത്തിൽ ജീവിക്കേണ്ടവരാണ്. അല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നതായിരുന്നല്ലോ മുമ്പേ. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഉദാഹരണം ഈ ഒക്ടോബർ മാസം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ചിന്തിക്കണം. കാരണം എന്താ? പരിശുദ്ധ അമ്മയാണ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആശകളും ഒരു കന്യകയായി വിവാഹത്തിന് വേണ്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞ്, അല്ലേ, പ്രപ്പോസലൊക്കെ കഴിഞ്ഞ്, റിങ് മാറ്റമൊക്കെ കഴിഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ നടത്തണം. കല്യാണത്തിന് എൻഗേജ്മെന്റ് കഴിഞ്ഞ് മനസ്സമ്മതവും അല്ലെങ്കിൽ എല്ലാം സമ്മതമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ദൈവദൂതൻ വന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇടപെടുകയാണ്. ദൈവം നിന്നെ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് നിന്നോടൊരു പ്രത്യേക താല്പര്യം തോന്നിയിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? അതെന്താ അങ്ങനെ? ഇത് പറഞ്ഞു, നീ ഒരു പുത്രനെ, ഞാൻ കല്യാണം പോലും കളിച്ചിട്ടില്ല, പിന്നെ എനിക്ക് പുത്രൻ ഉണ്ടാകുന്നു ചോദിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. എന്നാൽ നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവന് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഒന്നും മനസ്സിലായില്ല പൂർണ്ണമായിട്ട്. പക്ഷേ മറിയം ദൈവവചനത്തിന്റെ ദാസിയായതുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞവളായിരുന്നത് കൊണ്ട് തൻ്റെ മനോഹരമായ ആഗ്രഹങ്ങളും ആശകളും, കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടായി ഇങ്ങനെ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ താലോലിച്ച്, കൊച്ചുമക്കളെയൊക്കെ താലോലിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചൊരു കാഴ്ചപ്പാടോടെ കല്യാണത്തിന് വേണ്ടി കാത്തിരുന്ന മറിയം പെട്ടെന്ന് തൻ്റെ പ്ലാൻ ജീവിതം മുഴുവനും പൂർണ്ണമായും ദൈവ തിരുമുമ്പിലേക്ക് അടിയറ വെച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആശകളെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായും തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി കേട്ടപ്പോൾ അതിലേക്ക് അങ്ങ് സമർപ്പിച്ചു. ഒരു എടുത്തിയാട്ടമായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ജോസഫിനോട്, അല്ലെ പറയാം, ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ, ചേട്ടനെ കണ്ടു കഴിഞ്ഞൊന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് ദൂതനോട് പറഞ്ഞില്ല. വ്യക്തിപരമായി നമുക്ക് ദൈവവുമായുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ. അവിടെ ഉള്ളം പൂർണ്ണമായി നല്ല ഉറപ്പായിരുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ നിന്റെ വചനം പോലെ മാത്രം എന്നെ നിറവേറിയാൽ മതി. എൻ്റെ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞു വന്ന നമ്മുടെ ആശകളും ആഗ്രഹങ്ങളും ദൈവത്തിനായി നമ്മൾ സമർപ്പിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി. അത് മാത്രമേ നടപ്പാകുകയുള്ളൂ. ദൈവിക ജ്ഞാനമുണ്ടായിരുന്നത് കൊണ്ട് മറിയം ദൈവത്തിൽ ആശ്രയിച്ചു. കാരണം അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു. കാരണം മക്കളൊന്നും ഇല്ലാത്ത സമയത്ത് നിന്റെ സന്തതികൾ ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ 90 വയസ്സായ ഭാര്യയെ വേണ്ടെന്ന്, അല്ലേ, 100ഓളം വയസ്സാകുന്ന അബ്രാഹും ഇപ്പം ദൈവമെന്ന് പറയാണ്, നിനക്കുണ്ടാകാമെന്ന മക്കളുടെ എണ്ണം ആകാശ നക്ഷത്രങ്ങൾ പോലെ ആയിരിക്കും. മാനുഷികമായി പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം ഇത്രയും പ്രായമായ തനിക്ക് തൻ്റെ ഭാര്യ പ്രായത്തിന് അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇനി 90 വയസ്സ് കഴിഞ്ഞിരിക്കണം. മക്കളുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു തോന്നലായിരിക്കും, അത് ദൈവമൊന്നും പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയല്ലേ? എത്ര പ്രാവശ്യം വചനം കേൾക്കുമോ, അതൊക്കെ വചനമൊക്കെ കേട്ട് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല നമുക്ക്. ദൈവവചനമൊക്കെ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. പക്ഷേ അതുപോലെയൊക്കെ ജീവിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ മറ്റുള്ളവരൊക്കെ നമ്മുടെ തലയിൽ ചവിട്ടി നടക്കും. അതുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല എന്ന്. കാരണം എന്താ? സാത്താൻ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നതുകൊണ്ട്, നമ്മളെ അവൻ്റെ വഴിയിലേക്ക് കൊണ്ട് അവനും പ്ലാൻ ഉള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയൊക്കെ അവനെ സ്വാധീനിക്കും. ഇതായിരുന്നല്ലോ ഹവ്വായെ സ്വാധീനിച്ചത് ഏദൻ തോട്ടത്തിൽ, നുണ പറഞ്ഞുകൊണ്ട്. ഇന്നും അതുകൊണ്ടുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന് നമ്മുടെ ആശകളും ആഗ്രഹങ്ങളും, നമ്മുടെ ആശകളെന്ന് പറയും, കാരണം അത് പറയാൻ എളുപ്പമാണ്. നമ്മുടെ ആശകൾ ദൈവത്തിന് നമ്മൾ പരിശുദ്ധ കന്യാമറിയം ചെയ്തതുപോലെ നമുക്ക് അടിയറ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഇന്ന് നമ്മുടെ പ്രശ്നം എന്താ? എൻ്റെ ആശകളൊന്നും നടന്നില്ല. അല്ല, നമ്മുടെ പ്രശ്നം മുഴുവൻ മറ്റുള്ളവരോടും ദൈവത്തോടുമുള്ള നമ്മുടെ ഇന്ന് യുദ്ധം ഇതാണ്. എൻ്റെ ആശകൾ നടക്കണം,
എങ്ങനെയും എൻ്റെ ആഗ്രഹം നടന്നു കിട്ടണം. അവിടെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയമോ പരാജയമോ നമ്മളുടെ തീരുമാനം. അതായത് ഈ മറിയം, കന്യകാമറിയം, പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവായി മാറിയത്, ഇത് നമ്മുടെ അമ്മ എന്ന് വിളിക്കാൻ കാരണം ആ മറിയത്തിൻ്റെ ഒരൊറ്റ വാക്ക് സമർപ്പണമായി. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ഒരൊറ്റ സമർപ്പണത്തിലൂടെയാണ് മറിയം എന്തുമാത്രം സകല തലമുറകളും ഇന്നു മുതൽ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നൊക്കെ പിന്നീട് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് മറിയം പറഞ്ഞത് തൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ചത് കൊണ്ടാണ്. പിന്നുള്ളവരെ, നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതം അടിയറ വെച്ച്, അതായത് ദൈവം നമ്മളെക്കുറിച്ച് ഒരു നിയോഗമുണ്ട്. നമ്മളെക്കുറിച്ച്, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ നിയോഗമുണ്ട്. പൗലോസ് എഫേസസ് ലേഖനത്തിൽ ഇന്ന് അപ്പസ്തോലൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അപ്പസ്തോലിന് ഒരു രഹസ്യം വെളിവാക്കി കിട്ടിയെന്നാണ്. എഫേസു സഭയ്ക്ക് 3-ാമത്തെ അധ്യായത്തിൽ പറയാണ്, എനിക്കും ഒരു ദൈവികമായ ഒരു വെളിപ്പെടുത്തൽ, ഒരു രഹസ്യം, ഒരു വെളിപാട് വഴി ഒരു രഹസ്യം എനിക്ക് അറിയുപോയി. എന്താണത്? അതായത് ഞാൻ വിജാതിയരുടെ ഇടയിലേക്ക് പോയി, യഹൂദരുടെ ഇടയിൽ നിന്നും വിജാതിയരുടെ ഇടയിലേക്ക് പോയി അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ടുള്ള ഒരു ദൗത്യം എന്നിലുണ്ട് എന്ന് സാഹചര്യങ്ങൾ മൂലം എനിക്ക് മനസ്സിലായി. കാരണം യഹൂദർ അദ്ദേഹത്തെ ഉൾക്കൊണ്ടില്ല. ജെറുസലേമിൽ വന്നപ്പോൾ കർത്താവ് ഒരു ദിവസം പറഞ്ഞു, അങ്ങ് പോവുക, ദൂരേക്ക് പൊക്കോളൂ, അങ്ങ് ഡമാസ്കസിലേക്കോ അല്ലെങ്കിൽ അങ്ങ് അറേബ്യയിലേക്കോ ഏഷ്യാമേനിലേക്കോ ഒക്കെ പൊക്കോളാൻ പറഞ്ഞു. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, കുറേ നാൾ കഴിയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഒരു രാത്രി പറയുന്നുണ്ട്, ജെറുസലേമിൽ ഒത്തിരി പേർ തനിക്ക് എതിരായി വന്ന ഒത്തിരി കേസുകളൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായി. എല്ലാം ജെറുസലേമിൽ വെച്ച് തീർപ്പാക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ഒരു രാത്രിയിൽ കർത്താവ് എന്ന് പറഞ്ഞു, നീ എനിക്ക് ജെറുസലേമിൽ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായിൽ നീ എനിക്ക് സാക്ഷ്യം നൽകേണ്ടതാണെന്നൊരു വെളിപാട് കിട്ടിയപ്പോൾ അപ്പസ്തോലൻ വന്ന് പറയാണ്, എനിക്ക് റോമിൽ പോകണം, എനിക്ക് സീസറിന്റെ അടുത്ത് എനിക്ക് പോയി ഒരു അപ്പീൽ കൊടുക്കണം. അത് ഇവിടെ തീരേണ്ട കാര്യമുള്ളായിരുന്നല്ലോ. അങ്ങനെയല്ല, എനിക്ക് ഉള്ളിൽ അത് പറയുന്നില്ല, പക്ഷെ ഉള്ളിൽ ദൈവം, ക്രിസ്തു പറഞ്ഞു നീ റോമയിൽ എത്തണം. അവിടെയാണ് നമുക്കറിയാം, റോമയിൽ ഇന്ന് കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ അന്ന് പൗലോസിന്റെ ഒരു വെളിപ്പെടുത്തലിന്റെ അനുസരിച്ചാണ്. പൗലോസ് റോമയിൽ പോയി അവിടെ തടങ്കൽ ജയിലിലൊക്കെ ആയിരുന്നു അല്ലേ. പലപ്പോഴും കത്തികളൊക്കെ പലത് അവിടെ നിന്ന് എഴുതിയതാണ്. ഇതിലൊക്കെ ചിന്തിച്ചു, എൻ്റെ കൈവിലങ്ങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ പൗലോസ് റോമയിലേക്ക് പോയി, അത് ദൈവത്തിന്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നെങ്കിൽ, പൗലോസ് അവിടെ ഇന്ന് നമ്മൾ റോമിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണെങ്കിൽ അത് പൗലോസിന് ദൈവം കൊടുത്തൊരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. നീ റോമയിൽ പോയി സീസറിന്റെ മുമ്പിൽ നീ എനിക്ക് സാക്ഷിയായി നിൽക്കണമെന്ന് പറഞ്ഞു. നമുക്കറിയാം, പൗലോസ് പോയി, ആ കൂടെയാണ് പിന്നെയും പത്രോസൊക്കെ പുറകെ എത്തിയത്. റോമിൽ വെച്ച് അവർ എല്ലാവരും രക്തസാക്ഷികളായൊക്കെ തീരുന്നത്. പ്രിയമുള്ളവരെ, ആദിമസഭ അവിടെ രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ റോമിൻ്റെ തെരുവുകളൊക്കെ നിറഞ്ഞത്. ഇന്ന് അവിടെ എന്തെങ്കിലും ഒരു ആത്മീയതയുണ്ടെങ്കിൽ അത് അനേക വിശ്വാസികളുടെ ആത്മീയ സമർപ്പണത്തിലൂടെ ദൈവം ഉരുവാക്കിയെടുത്തൊരു വിശ്വാസമാണ്. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്തപ്പെട്ട അനേക മനുഷ്യരുടെ സമർപ്പണത്തിൻ്റെ ഒരു അടിത്തറയിലാണ്. ക്രിസ്തുവാകുന്ന അടിത്തറയിൽ, അത് ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഹോമിച്ച അനേകരുടെ ജീവിതത്തിന് ഒരു അടിത്തറയിലാണ് ഇന്ന് കത്തോലിക്ക സഭ അല്ലേ. മറ്റുള്ള സഭകളൊക്കെ യേശുവിനെ സാക്ഷ്യപ്പെടുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ ഇതുപോലെ യേശുവിന് വേണ്ടി രക്തം ചിന്തിയ ഒരു സമൂഹമില്ല. അത് പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ആ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ ജപമാല രാജ്ഞിയുടെ തിരുനാളൊക്കെ ഓർത്തപ്പോൾ അല്ലേ, അന്ന് ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് ആക്രമണം ഉണ്ടായപ്പോൾ അന്ന് മാർപ്പാപ്പ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് ആ യുദ്ധത്തിൽ തുർക്കികളുമായുള്ള ടർക്കി അന്നത്തെ യുദ്ധത്തിലൊക്കെ അന്ന് ജയിച്ച പരിശുദ്ധ അമ്മ സഹായിച്ച കാര്യങ്ങളൊക്കെ നമ്മളിടയ്ക്ക് ചിന്തിക്കുന്നതാണ്. അതിനുള്ള നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം ദൈവിക വെളിപ്പെടുത്തലുണ്ട്. നമുക്ക് സംശയമൊന്നും വേണ്ട. റോമയിലുള്ളത് പലരും പറയാണ്, റോമ എന്ന വിജാതീയമായ പലയിടത്തും അല്ലെ പല ദൈവങ്ങളെ ആരാധിച്ചിരുന്നവരുടെ ഇടയിലേക്ക് അവിടെ പോയി മാർപ്പാപ്പ ഇന്ന് അവിടെ വസിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവികമായ പൗലോസ് അപ്പോസ്തലന് കിട്ടിയ ഒരു വെളിപാടനുസരിച്ചാണ് റോമയിലെത്തിയത്. ഇന്ന് തിരുസഭ റോമിൽ നേതൃത്വം മാർപ്പാപ്പ അവിടെ ആയിരിക്കുന്നൊക്കെ അത് ദൈവിക നിശ്ചയമാണ്. പറഞ്ഞു വന്നാ നമ്മുടെ ജീവിതം ദൈവത്തിന് അടിയറ വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ദൈവമായിരിക്കും. അല്ല, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. റോമർ 5 പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ ആശകളെ ദൈവം വെറുക്കുന്നില്ല.
എന്ത് ആശയമായിക്കൊള്ളട്ടെ. ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആശകളുണ്ട്. അത് ദൈവത്തിന് അറിയാം. ഇതിലൊക്കെ ചിന്തിച്ചു, നമ്മളെ അറിയുന്ന ഒരു കർത്താവാണത്. അപ്പൊ നമ്മുടെ ആശകളെ നമ്മൾ പഠിക്കേണ്ടത്, സാത്താൻ നുണ പറയുന്നാൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ആശകളെ എന്തും ആയിക്കൊള്ളട്ടെ അല്ലേ. നമ്മൾ ഒരാൾ പറയും, എനിക്കൊരു $1 മില്യൺ ലോട്ടറി അടിക്കണമെന്ന് ആശയുണ്ട്. ആ ദൈവത്തിന് സമർപ്പിക്കണം. ദൈവം ഇപ്പോൾ ലോട്ടറിയിലൂടെ ആയിരിക്കില്ല, വേറെ എങ്ങനെ രീതിയിലായിരിക്കാം നമ്മുടെ ആ കാര്യങ്ങൾ നടത്തുന്നത്. ദൈവത്തിന് അങ്ങനെ എല്ലാ റിസോഴ്സസും ഉണ്ട് ദൈവത്തിന്. എല്ലാം സൃഷ്ടിച്ച എല്ലാ കരങ്ങളിലുള്ള ദൈവം ഒരുപക്ഷെ നമ്മളുടെ ബിസിനസ്സിലായിരിക്കാം, അല്ലെ കൃഷിയിലായിരിക്കാം, നമുക്ക് പെട്ടെന്നൊരു ലോട്ടറി അടിച്ചതുപോലെ അല്ലേ പറയാറ്, ലോട്ടറി അടിച്ച പോലെ ഈ പ്രാവശ്യം നമ്മുടെ വിളവുണ്ടായിരുന്നു. ദൈവത്തിന്റെ കരങ്ങളിലാണ് പ്രപഞ്ചവും പ്രകൃതിയും സസ്യങ്ങളും. നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണെങ്കിൽ, അതായത് മനുഷ്യരിൽ ആശ്രയിക്കാതെ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മനുഷ്യനെ കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യനെ ആശ്രയിക്കുന്നു, അല്ലെ കാര്യം കണ്ടില്ലെങ്കിൽ മനുഷ്യനെതിരായി തിരിയുന്നു. ഇതാണ് അവ്വാചകം. ദൈവത്തിന് ഇതിനെതിരായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കാര്യങ്ങൾ ആശകൾ ദൈവത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ ആശകളെ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആശകളെ വേറൊരു ലെവലിലേക്ക് മാറ്റും. എന്താ? നമ്മുടെ ആശകളെ ദൈവത്തിന് കൊടുക്കുമ്പോൾ അതിൻ്റെ പേര് പിന്നെ പ്രത്യാശ എന്നാണ്. നമ്മുടെ ആശകള് ആഗ്രഹങ്ങള് ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഇനിമേൽ അതിൻ്റെ പേര് ആശയല്ല, അത് പ്രത്യാശ എന്ന് പറയുമ്പോൾ വളരെ അത് നടക്കാൻ സാധ്യതയുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ്. അത് നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ബോധ്യത്തിൽ നമുക്കറിയില്ല. എങ്ങനെ ഞാൻ പറഞ്ഞതുപോലെയാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. റോമർ 5 പറയുന്നുണ്ട്, ദൈവവുമായി നമുക്ക് സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക്, റോമർ 5-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കമാണിത്. അവൻ മൂലം വിശ്വാസത്തിൽ നമുക്ക് പ്രവേശനം, ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആശകളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത് പ്രത്യാശയായിത്തീരുന്നു. പ്രത്യാശ നമ്മെ വേറാണ്. നിരാശ എന്നൊരു വാക്കുണ്ട് അവിടെ. പ്രത്യാശയും നിരാശയും വളരെ നമ്മുടെ ആശകളുമായി നമ്മൾ ലോകത്തിൽ പോകുമ്പോൾ ദൈവത്തിന് നമ്മുടെ ആശകളെ കൊടുത്തില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും പിശാച് നമ്മുടെ ആശകളെ ഏറ്റെടുക്കും. യൂദാസിനെ പറ്റി ഒന്ന് ചിന്തിച്ചില്ലേ? യൂദാസിനെ പറ്റി ഏത് രീതിയിലും അതിൻ്റെ ആഗ്രഹം നടപ്പാക്കണം. ഏത് രീതിയിലും മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, വഞ്ചിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ആശകൾ നടപ്പാക്കാൻ വേണ്ടി പിശാച് എൻ്റെ ആശകളെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമുക്കറിയാം നടക്കില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതി മാത്രമേ നടപ്പാകുകയുള്ളൂ. ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സുകളെ അന്ധമാക്കി കളഞ്ഞിരിക്കുന്നതിനാൽ ഈ ദൈവിക പദ്ധതി ദൈവത്തിന് സമർപ്പിക്കാൻ അറിയാതെ പോകുമ്പോൾ സാത്താൻ എവിടെയെങ്കിലും അവൻ വരുന്നത് മോഷ്ടിക്കാനാണ്, കൊല്ലുവാനാണ്, നശിപ്പിക്കുവാനാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന നമ്മുടെ ആശകൾ എന്തായി മാറി? നിരാശയായിട്ട് മാറി, ഡിപ്രഷനായിട്ട് മാറി, ആത്മഹത്യാ പ്രവണതയാണ്. ഇനി ഞാൻ ജീവിക്കുന്നില്ല. എപ്പോഴും കേൾക്കില്ല, ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ മരിക്കാൻ പോവുക. ഇതെപ്പോഴും ഞാൻ മരിച്ചേക്കാം, ഞാൻ മരിക്കാൻ പോവുക, എനിക്കിനി ജീവിക്കേണ്ട. അത് നിരാശയാണ്, ഡിപ്രഷനാണ്. അത് സാത്താൻ നമ്മുടെ ആശകളെ ഏറ്റെടുത്തതിൻ്റെ ഒരു പ്രത്യാഘാതമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് റോമർ 8:28 അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും എന്താ ആശയമായിക്കൊള്ളട്ടെ അത് ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് ദൈവിക പദ്ധതിയിലേക്ക്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതം അടിയറ വെച്ചവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു, മാറ്റിമറിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. മറിയത്തോട് ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ആശകളെ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെ അബ്രാഹത്തെ പോലെ, മറിയത്തെ പോലെ ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കണം. ഇന്ന് നമ്മളോടാണ് പറയുന്നത്,
വചനത്തിലൂടെയൊക്കെ നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നതാണ് പൗലോസ്ലീഹ. ആ ഒരു വിജാതീയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വിശുദ്ധരിൽ എന്ന് പറഞ്ഞു ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളെ മാത്രമല്ല, ഇപ്പോൾ ചിന്തിച്ച് നമ്മുടെ കുടുംബത്തെയും മറ്റുള്ളവരെയൊക്കെ ദൈവിക പദ്ധതിയിലേക്ക്, അവർ നിരാശയിലേക്ക് പോകാതെ പ്രത്യാശയിലേക്ക് കൊണ്ടുപോകാൻ അല്ലേ കൂട്ടായ്മയുടെ ഒരു പദ്ധതി ഇതാണ്. ഓരോ ദിവസവും അനേകരെ വിളിക്കുമ്പോൾ ജീവിതത്തിന്റെ പക്ഷെ നിരാശയിലായിരിക്കാം. നിരാശയിൽ നിന്ന് അവരെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അവരെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ കൂട്ടായ്മയ്ക്കുണ്ട്, ഓരോ വിശ്വാസിക്കുണ്ട്. ഞാൻ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തിരുസഭയ്ക്കുണ്ട്, നമ്മളായിരിക്കുന്ന ഇടവകയിലുണ്ട്. ഇത് നമ്മൾ അറിയണം. അനേക പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലുമൊക്കെ നമ്മൾ പങ്കെടുത്ത് ആരെങ്കിലുമൊക്കെ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ. ആണ് ഈശോ പറഞ്ഞത്, നിങ്ങളല്ല, യോഹന്നാൻ 15:16, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവാൻ, നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിയോഗം നമ്മളായിരുന്ന കുടുംബത്തിൽ നമ്മളെ ജനിപ്പിച്ച ഒരു നിയോഗമാണ്. നമ്മളെന്തായിരുന്നു, എന്ത് പഠിച്ചു, എന്തെവിടെ വരെ അതൊരു ദൈവിക നിയോഗമാണ്. നമ്മുടെ വിവാഹം ഒരു ദൈവിക, അല്ലെങ്കിൽ കുടുംബ ദൈവവിളി ഒരു ദൈവിക നിയോഗമാണ്. നമ്മളായിരിക്കുന്ന കുടുംബത്തിലോ ഇടവകയിലോ സഭയിലോ സമൂഹത്തിലോ ദേശത്തോ എവിടെയായിരുന്നാലും അതൊരു ദൈവിക നിയോഗമാണ്. എന്നാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പലപ്പോഴും പറഞ്ഞില്ലേ, ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരായിട്ട് ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണേൽ പറയാം. ഈശോ പറയുമ്പോൾ നമ്മളത് അറിയണം പറയുള്ളവരെ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലൂടെ ഒരു ദൈവഹിതം അനുദിനം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തിന് അടിയറ വയ്ക്കണം. അത് ഒരിക്കൽ പോരാ. മാമോദീസയിലൂടെ അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് മാമോദിസ നവീകരണം, വ്രത നവീകരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ല. അനുദിനം എന്ന് യേശു പറഞ്ഞു. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് ദൈവിക പദ്ധതിയിലാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച്, അതായത് സാത്താൻ കൊണ്ടുവരുന്ന സ്വാർത്ഥത എന്ന മേഖലയുണ്ടല്ലോ, ഞാൻ 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 എൻ്റെ കാര്യം, എൻ്റെ ആഗ്രഹം നടക്കണമെന്ന് സാത്താൻ പറയുന്ന അവൻ്റെ ആ കാര്യമുണ്ടല്ലോ, അവൻ പദ്ധതി ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നെ മറ്റെല്ലാവരും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ആഗ്രഹം നടക്കണമെന്ന് പറയുന്ന സാത്താൻ ആ പദ്ധതി ഏറ്റെടുത്ത ആ മേഖലയുണ്ടല്ലോ, അത് നമ്മൾ അടിയറ വെക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെ ആണ് ഈശോ പറഞ്ഞത്. ആരെങ്കിലും ലൂക്ക 9:23, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച്, ഞാൻ ഇല്ലാതായാലും കുഴപ്പമില്ല, സാരമില്ല, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ആശകളൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം എനിക്കത് തരുമെന്ന, അല്ല, ദൈവം മതിയായവനാണ്, ദൈവം എനിക്ക് തരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആശകളെ ഒന്ന് ഇല്ലാതാക്കുന്നതാണ്. സ്വയം പരിത്യജിക്കുക. If you really want to follow me, deny yourself. നമുക്ക് പറയാൻ പറ്റും, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് സൗഖ്യം കിട്ടിയേ പറ്റൂ, അല്ലെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. സാത്താൻ്റെ പിന്നിൽ നമ്മൾ പോകേണ്ടി വരും. ക്രിസ്തു ആണെങ്കിൽ പറയും, എൻ്റെ മാതാവ് പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ ദൈവവചനത്തിൻ്റെ ദാസിയാകുന്നു, നീ പറയുന്നത് പോലെ മാത്രം നടന്നാൽ മതി, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അടിയറ വയ്ക്കുന്നു. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോ ക്രിസ്ത്യാനിക്കുമുള്ള നമ്മുടെ വിളി അതാണ്. അനുദിനം സ്വയം പരിത്യജിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ ആശകളെയും ദൈവമുമ്പിലേക്ക്, കുഴപ്പമില്ല, അതൊന്നും എൻ്റെ ആശകളൊന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിന്റെ ഹിതം നിറവേറിയാൽ മതി, എന്നെക്കുറിച്ചുള്ള നിന്റെ ശുഭകരമായ മനോഹരമായ ആ പദ്ധതിയുണ്ട്, അത് നിറവേറിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ആശകളെ അനുദിനം നമ്മൾ ബലിയർപ്പിക്കുകയാണ്. ഇതിനാണ് ആരാധന എന്ന് പറയുന്നത്. റോമർ 12 പലപ്പോഴും ചിന്തിച്ചല്ലോ, നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായൊരു ജീവിക്കുന്ന ബലിയായി ഇല്ലാതായി തീരുകയാണ്. അതാണ് യഥാർത്ഥ. പിന്നെ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നമ്മുടെ മനസ്സിന്റെ നവീകരണം വഴി, അതായത് നമ്മുടെ മനസ്സ് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിനെ രൂപപ്പെടുന്നതാണ് മാനസാന്തരം. ദൈവം ആഗ്രഹിക്കുന്നോ ഞാൻ ആഗ്രഹിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നടപ്പാക്കേണ്ടുന്നൊരു ബോധ്യമാണ്. അതാണ് മനസ്സിൻ്റെ അന്തരം, മനോഭാവത്തിന് മാറ്റം, അതാണ് മാനസാന്തരം. നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരീകരണം പ്രാപിക്കും. അപ്പോൾ നല്ലതും ദൈവഹിതം എന്താണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. അപ്പൊ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചിന്തിച്ചാണ് നമ്മളെ സാത്താൻ കൊണ്ടുപോകുന്ന ഈ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. അത് രണ്ടും നമ്മൾ ദൈവത്തിന് അടിയറ വെക്കുന്നതിനാണ് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത്. പറഞ്ഞല്ല, അനേകരെ വെറുത്തുകൊണ്ട്
നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി പോയി വിശുദ്ധ കുർബാന മുമ്പ് മണിക്കൂറിരിക്കുക. അതൊന്നും ആരാധനയൊന്നുമല്ല. എല്ലാം അടിയറ വയ്ക്കുന്ന കർത്താവ് നിന്റെ മുമ്പിൽ. ഞാൻ ആഗ്രഹിക്കുന്നവർ നടക്കണം, നിന്റെ ഹിതം നിറവേറിയാൽ മതി. അവിടെയാണ് ദൈവം നമ്മിൽ. എന്നിട്ടെന്താ പറഞ്ഞത്? അനുദിനം സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത്. എൻ്റെ കുരിശുണ്ടല്ലോ, എൻ്റെ ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ, എൻ്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇപ്പോഴത്തെ എൻ്റെ ഈ രോഗം, അത് എൻ്റേതാണ്, വേറെ ആരുടെയല്ല, വേറെ ആരും മൂലം എനിക്ക് വന്നതല്ല. എൻ്റെ സഹോദരങ്ങളോ എൻ്റെ അമ്മായിപ്പനോ അമ്മായിമ്മയോ നാത്തൂനോ ഭാര്യയോ ഭർത്താവോ ഒന്നും കൊണ്ടൊന്നല്ല, ജോലി സ്ഥലത്തുള്ളവരൊന്നും കൊണ്ടൊന്നല്ല. അത് ദൈവം എനിക്ക് അനുവദിച്ച്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, ദൈവമാണ് പറഞ്ഞത്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കടങ്ങൾ എൻ്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ രക്ഷാകരമായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മുടെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിരിക്കാം, ശരീരത്തിൻ്റെ ആരോഗ്യ പ്രശ്നമായിരിക്കാം, കുടുംബത്തിലെ സമാധാനക്കേടായിരിക്കാം, ദൈവം അത് അറിയുന്നുണ്ട്. നമ്മുടെ ആ അറിവുകളാണ് ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കാനായിട്ട്. അത് ലോകത്തിന് ഫോഷത്തരമെന്നാണ് പൗലോസ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഞാനിപ്പോൾ നേടിയെടുത്തില്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെതല്ല. യേശു കുരിശെടുത്ത്, കൈ കിട്ടിയ കുരിശെടുത്തത് ഒരു വീശി എന്തുമാത്രം ശക്തിയാണെന്നുണ്ടോ യേശു അല്ലേ? യേശു ആ കുരിശെടുത്ത് 4 വാളുന്ന വട്ടം കറക്കി, സൂപ്പർമാനെ പോലെ വട്ടം കറക്കിയിരുന്നെങ്കിൽ ആ കുരിശിന്റെ അടി കൊണ്ട് എല്ലാവരും ചെതറിപ്പോയനെയും. അവന് കുരിശിൽ മരിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു. പക്ഷെ അവൻ കുരിശ് സ്വന്തം ആ കുരിശിനെ എടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് തൻ്റെ തോളിലേക്ക് എടുത്തു വെക്കുകയാണ്. അവൻ്റെ വാക്കുകൾ അവൻ നിറവേറ്റും. നമ്മുടെ ജീവിതത്തിലും എൻ്റെ സഹനങ്ങളെ ദൈവം എനിക്ക് അനുവദിച്ചത്. ഞാൻ നരകത്തിൻ്റെ വഴിയിൽ നിന്നും നിത്യജീവൻ്റെ വഴിയിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് ദൈവം എനിക്ക് അനുവദിച്ചത്. അനുദിനമുണ്ട്. അനുദിനം സ്വയം ഇല്ലാതായി കുരിശെടുത്ത ദൈവം എടുക്കാവുന്ന തരത്തില്ല, അത് എടുക്കാൻ പറ്റാവുന്ന തരത്തില്ല. നമുക്ക് വളരെ സൗകര്യമായി നടക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ അല്ലെ, നമ്മുടെ പലപ്പോഴും ഓർപ്പിച്ചാണ് ചെറിയ കുരിശ്. നമ്മുടെ സഹനങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. നമുക്ക് തോന്നും വലുതല്ല, ചെറുതാണ്. അത് എല്ലാ ദിവസവും ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ നേരെയാണ്, നാളെ പിന്നെ ഉണ്ടാകും. അനുദിനം ഓരോ കുരിശുകളുണ്ട് നമുക്ക്. അത് നമ്മുടെ നിത്യതയിലേക്കുള്ള വഴിയിലേക്കുള്ള ആ വഴിയാത്രയിൽ നമ്മൾ അറിയേണ്ട ഓരോ മയിൽക്കുറ്റി എണ്ണുന്നത് പോലെ നമ്മുടെ സഹനങ്ങൾ. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.